ഹലോ ഗൈസ്, എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബംഗ്ലാദേശിനെ തകർത്തത് 6 വിക്കറ്റിന്. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പിട്ട് ചാനൽ ആദ്യമേ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ മത്സരം പിടിച്ചെടുത്തത്. പുറത്താകാതെ 129 പന്തിൽ 101 റൺസ് നേടിയ ശുഭ്മാൻ ഗില്ലിൻ്റെ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിന് നെടുന്തൂണായത്. 41 റൺസ് വീതമെടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, KL രാഹുൽ എന്നിവരാണ് ഗില്ലിന് മികച്ച പിന്തുണയേകിയത്. മുൻ നായകൻ വിരാട് കോഹ്ലി 22 റൺസും ശ്രേയസ് അയ്യർ 15 റൺസും അക്സർ പട്ടേൽ 8 റൺസും നേടി. ബംഗ്ലാദേശിന് റിഷാദ് ഹുസൈൻ 2 വിക്കറ്റുകളും തസ്കിൻ അഹമ്മദ്, മുസ്തഫിസുർ റഹ്മാൻ ഓരോ വിക്കറ്റുകൾ വീതവും വീഴ്ത്തി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 228 റൺസിന് ഓൾ ഔട്ടായിരുന്നു. അവസാന നിമിഷം വരെ പിടിച്ചു നിന്ന തൗഹീദ് ഹൃദോയ് സെഞ്ചുറിയും ജാക്കർ അലി അർദ്ധ സെഞ്ചുറിയും നേടി. മറ്റു ബാറ്റർമാർക്കൊന്നും കാര്യമായ സംഭാവന നൽകാനായില്ല. ഷമി 5 വിക്കറ്റുകൾ പിഴുതെടുത്തപ്പോൾ ഹർഷിത് റാണ 3, അക്സർ പട്ടേൽ 2 വിക്കറ്റുകളും വീഴ്ത്തി. നായകൻ ഷാൻഡോ, സൗമ്യ സർക്കാർ, മുഷ്ഫിഖർ റഹീം എന്നിവർ പൂജ്യരായി മടങ്ങി. ഇതിനിടെ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഉറപ്പിച്ച ഹാട്രിക് നിർഭാഗ്യം കൊണ്ട് അക്സർ പട്ടേലിന് നഷ്ടമായി. രണ്ടാം പന്തിൽ നിലയുറപ്പിച്ച തൻസിദ് ഹസനെ 25 കീപ്പറുടെ കൈകളിലെത്തിച്ച അക്സർ തൊട്ടടുത്ത പന്തിൽ മുഷ്ഫിഖർ റഹീമിനെയും അതേ മാതൃകയിൽ പുറത്താക്കി. ഹാട്രിക് പന്ത് ജാക്കർ അലിയുടെ ബാറ്റിൽ നിന്ന് സ്ലിപ്പിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കൈകളിലേക്ക്. ആഘോഷം തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് രോഹിത് ആ ക്യാച്ച് നഷ്ടപ്പെടുത്തി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് എന്ന അപൂർവതയാണ് അക്സറിന് നഷ്ടമായത്. ആദ്യ ഓവറിൽ ഓപ്പണർ സൗമ്യ സർക്കാരിനെ മുഹമ്മദ് ഷമിയും രണ്ടാം ഓവറിൽ ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈനെ ഹർഷിത് കോഹ്ലിയുടെ കൈകളിലെത്തിച്ചും മടക്കി. ജഡേജ, കുൽദീപ്, അക്സർ പട്ടേൽ എന്നീ 3 സ്പിന്നർമാരുമായാണ് ഇന്ത്യ കളിക്കാനിറങ്ങിയത്. രണ്ടാം പേസറായി ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയപ്പോൾ ഹർഷ്ദീപിന് അവസാന 11-ൽ ഇടം കിട്ടിയില്ല. KL രാഹുലാണ് വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ചത്. 2023 ലോകകപ്പ് ഫൈനലിന് ശേഷം ഇത് തുടർച്ചയായി 11ാം തവണയാണ് ഇന്ത്യക്ക് ഏകദിനത്തിൽ ടോസ് നഷ്ടപ്പെടുന്നത്. 2011 മുതൽ 2013 വരെയുള്ള കാലയളവിൽ ഇത്തരത്തിൽ 11 തവണ ടോസ് നഷ്ടപ്പെട്ട നെതർലാൻഡ്സിനൊപ്പം എത്തി ടീം ഇന്ത്യ. ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം നടന്നത്. ഇന്ത്യൻ സ്ക്വാഡിലേക്ക് വന്ന രോഹിത് ശർമ്മ ക്യാപ്റ്റനായി ഇന്നലെ ടീമിലുണ്ടായിരുന്നു. KL രാഹുൽ വിക്കറ്റ് കീപ്പറായും ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി എന്നിവരാണ് ഇന്ത്യൻ കുപ്പായത്തിൽ ഇന്നലെ കളിക്കാനിറങ്ങിയത്. ബംഗ്ലാദേശ് സ്ക്വാഡിന് വേണ്ടി നജ്മുൽ ഹുസൈൻ ഷാൻഡോ അവരുടെ ക്യാപ്റ്റൻ, ജാക്കർ അലി, സൗമ്യ സർക്കാർ, തൻസിദ് ഹസൻ, മുഷ്ഫിഖുർ റഹീം, മെഹദി ഹസൻ മിറാസ്, തസ്കിൻ അഹമ്മദ്, തൻസിം ഹസൻ സാക്കിബ്, മുസ്തഫിസുർ റഹ്മാൻ, തൗഹീദ് ഹൃദോയ്, റിഷാദ് ഹുസൈൻ എന്നിവരായിരുന്നു ഇന്നലെ ബംഗ്ലാദേശ് സ്ക്വാഡ് ഇന്നലെ ഉണ്ടായിരുന്നത്.